ഒരു സെഷനിലെ വിഷയം സഭയുടെ കൂടിവരവുകൾ, ദ ഗ്യാതറിങ്സ് ഓഫ് ദ ചർച്ച് ഓർ ചർച്ചസ് എന്നുള്ളതാണ്. അതൊരു പൊതുവായ വിഷയമാണ്. പ്രായോഗികമായ കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ സഭാ കൂടിവരവുകൾ, സഭകളൊക്കെ എങ്ങനെ നടക്കുന്നു, അതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തി കൂടുതൽ നന്നാക്കാൻ എന്താണ് വഴി, അതൊക്കെയാണ് നമ്മുടെ വിഷയം. എങ്കിലും ഏത് വിഷയം പറയുമ്പോഴും പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് പറഞ്ഞും മനസ്സിലാക്കിയും ഇരിക്കേണ്ടത് ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ പൊതു സ്വഭാവമുള്ള ചില കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. സഭയുടെ മീറ്റിങ്സ് എന്ന് പറഞ്ഞാൽ സഭായോഗം എന്നതിനെ നമുക്ക് സാധാരണ പറയാറുണ്ട്. അങ്ങനെ പറയാം, സഭായോഗം. പക്ഷേ സഭായോഗം എന്ന് നമ്മളൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ആ ഒരു പാറ്റേൺ അനുസരിച്ച് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞായറാഴ്ച ദിവസം അല്ലേ, വിശ്വാസികളെല്ലാവരും കൂടി അപ്പം മുറിക്കുകയും ഒക്കെ ചെയ്യുന്ന വചന ശുശ്രൂഷയൊക്കെയുള്ള ആ ഒരു ഔദ്യോഗികമായ സഭയുടെ യോഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ശരിയുമാണ്, ആ ഭാഷ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ അതേസമയം തന്നെ സഭ കൂടി വരുന്നത് അതിന് മാത്രമല്ലല്ലോ. ചിലപ്പോൾ നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തികൾ 2:42 4 കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? എന്തൊക്കെയാ? അപ്പോസ്തലന്മാരുടെ ഉപദേശം, കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു. അപ്പം 4 കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പൊതുവേ നമുക്ക് അകപ്പാടെ വളരെ വിഷമിച്ചാണെങ്കിലും ഒരുവിധം ഞായറാഴ്ച കർത്താവിന് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ വന്നതെന്ന് ചോദിച്ചാൽ തിങ്കളും ചൊവ്വയും ബുധനും ഒക്കെ നമുക്ക് വളരെ സമയം കുറവാണ്. ഈ 4 സാധനങ്ങളും ഞായറാഴ്ച തന്നെ ചെയ്ത് തീർക്കാനാണ് നമ്മൾ പൊതുവെ ശ്രമിക്കുന്നത്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തികൾ 2:42 അങ്ങനെ ഒരു അർത്ഥമില്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. അതായത് 41 എന്താ പറയുന്നത്? അങ്ങനെ അവരുടെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, 3000-ഓളം പേർ അവരോട് ചേർന്നു അല്ലേ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും ഓരോ ഞായറാഴ്ചയും ചെയ്തു പോന്നു എന്ന് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ല. സഭയായിട്ട് അവർ ചെയ്ത പ്രവർത്തനങ്ങളായി എഴുതിയിരിക്കുന്നത്. അപ്പം ഞായറാഴ്ച ഏതായാലും ചെറിയ മീറ്റിംഗ് ആണെങ്കിലും അതിലെന്തെങ്കിലുമൊക്കെ അതിൽ 4 ചെയ്യും. കുറച്ചെങ്കിലും ചെയ്യാതിരിക്കും. പ്രാർത്ഥന ഇല്ലാതെ ഇല്ല, കൂട്ടായ്മ ഇല്ലാതെയോ അപ്പം മുറിക്കാതെയോ വചന പഠനം ഇല്ലാതെയോ ഇല്ലല്ലോ. അതുകൊണ്ട് ഞായറാഴ്ച ഇത് ചെയ്യും. പക്ഷേ ഞായറാഴ്ച തന്നെ ഇത് മുഴുവൻ ചെയ്ത് തീർക്കണം അപ്പോൾ എന്നുള്ള ഒരു ചിന്ത ഒരുപക്ഷെ നമുക്കൊക്കെ വന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അല്ല. അതുകൊണ്ട് നമുക്ക് സഭായോഗം, സഭയുടെ കൂടിവരവുകൾ, ഇങ്ങനെ 2 തരത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഔദ്യോഗികമായ സഭായോഗത്തിന് സഭായോഗം എന്ന് തന്നെ പറയാം, അതതിൻ്റെ ശരിയായ രീതി. എന്നാൽ മറ്റു കൂടിവരവുകളെ നമുക്ക് സഭയുടെ കൂടിവരവുകൾ എന്ന് സൗകര്യത്തിന് പറയാവുന്നതാണ്. സഭയുടെ കൂടിവരവുകളെ പല തരത്തിൽ നമുക്ക് വേർതിരിച്ച് പഠിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഒരു തിരിവ് സഭയുടെ ആത്മീയ വളർച്ചയ്ക്കായിട്ടുള്ള യോഗങ്ങൾ, അതൊരു കാറ്റഗറിയാണ്. ഫോർ ദ സ്പിരിച്വൽ ഗ്രോത്ത് ഓഫ് ബിലീവേഴ്സ്. ഇത് തന്നെ 2 തലത്തിൽ ചെയ്യാം. അത് ലോക്കലായിട്ട് ചെയ്യാം, റീജിയണലായിട്ടും ചെയ്യാം. ഒന്നുകിൽ ലോക്കൽ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം സഭ മാത്രം, റീജിയണൽ എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തുള്ള സ്ഥലം സഭകളൊക്കെ ഒരുമിച്ച് ചെയ്യാം. പക്ഷെ അതിൻ്റെ ഉദ്ദേശം വിശ്വാസികളുടെ ആത്മീയമായ വളർച്ച എന്നുള്ളതാണ്. രണ്ടാമതൊരു തരം മീറ്റിംഗ് നമ്മുടെ ഇടയിൽ കുറഞ്ഞു പോയിട്ടുള്ളൊരു മീറ്റിംഗാണ്. പക്ഷെ വളരെ അത്യാവശ്യമുള്ള മീറ്റിംഗാണ്. സുവിശേഷം പറയാനുള്ള മീറ്റിങ്ങുകൾ വേണം. സുവിശേഷം പറയാനുള്ള മീറ്റിങ്ങുകൾ, ഇവാഞ്ചലിസ്റ്റിക് മീറ്റിംഗ്സ് ഫോർ പ്രീച്ചിങ് ദ ഗോസ്പൽ. അപ്പോൾ ഏത് മീറ്റിങ്ങിലും ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നൊന്ന് ചിന്തിക്കാൻ ഇടയാകുന്നത് നല്ലതാണ്. വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്കാണോ, അതോ അവിശ്വാസികൾ സുവിശേഷം കേട്ട് രക്ഷ പ്രാപിക്കാനാണോ ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം? ഇത് 2 ഏതിലെങ്കിലും പെടും നമ്മുടെ മീറ്റിങ്ങുകൾ എല്ലാം എന്ന് നമുക്ക് ചിന്തിക്കാം. വേറൊരു തരത്തിൽ ഈ മീറ്റിങ്ങുകളെ നമ്മൾ വർഗം തിരിക്കുമ്പോൾ, കാറ്റഗറൈസ് ചെയ്യുമ്പോൾ
അത് നമുക്ക് ഒരു തരത്തിലുള്ള മീറ്റിംഗ്, ദൈവവചന പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മീറ്റിങ്ങുകൾ. ഇത് വേറെ തരത്തിലുള്ള ഡിവിഷനാണ്. വചന പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ സാധാരണ പഠന പരിപാടി എന്ന് പറയും. പഠന ക്യാമ്പ്, പഠന പരിപാടി എന്നൊക്കെ പറയും. ഇതും നമുക്ക് ലോക്കൽ തലത്തിലും പ്രാദേശിക അല്ലെങ്കിൽ റീജിയണൽ തലത്തിലും ചെയ്യാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥനാ യോഗങ്ങൾ നടത്താൻ സാധിക്കും. പ്രാർത്ഥന യോഗങ്ങൾ, പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനകളുടെ മീറ്റിങ്ങുകൾ. വേറൊരു തരം മീറ്റിങ്ങുകൾ ഇംഗ്ലീഷിൽ ബിസിനസ് മീറ്റിങ്സ് എന്ന് പറയും. ബിസിനസ് മീറ്റിങ്സ് സഭയുടെ യോഗങ്ങളാണ്. ബിസിനസ് മീറ്റിങ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാര്യങ്ങളൊന്നുമല്ല, സഭയുടെ ബിസിനസ്, സഭയുടെ നടത്തിപ്പ് സംബന്ധിച്ചുള്ള ആലോചനാ യോഗങ്ങൾ. അതും സഭയുടെ യോഗമാണ്, സഭയുടെ കൂടിവരവാണ്. അവിടെ എന്താ ചെയ്യുന്നത്? കൂടി വന്ന ആളുകൾ കാര്യങ്ങൾ ചർച്ച ചെയ്ത് സഭയെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന മീറ്റിങ്ങുകളാണ് ബിസിനസ് മീറ്റിങ്സ്. അപ്പോൾ ഈ ബിസിനസ് മീറ്റിങ്സിൽ ചിലത് എൽഡേഴ്സ് മീറ്റിങ്സ് ആയിരിക്കും. എൽഡേഴ്സ് മീറ്റിങ്സിൽ സഭയിലെ മൂപ്പന്മാർ മാത്രമായിരിക്കും പങ്കെടുക്കുന്നത്. സഭയുടെ മൂപ്പന്മാർ മാത്രം. ചിലപ്പോൾ എൽഡേഴ്സ് ആ മീറ്റിങ്ങിലേക്ക് ഒന്നോ രണ്ടോ പേരെ, എല്ലാ മീറ്റിങ്ങിലേക്കും അല്ല, ആവശ്യം പോലെ നോമിനേറ്റ് ചെയ്ത് കൊണ്ടുവരും. അത് എൽഡേഴ്സ് മീറ്റിംഗ്. പിന്നെ രണ്ടാമതൊരു തരം മീറ്റിംഗ് ഡീക്കന്മാരുടെ മീറ്റിങ്ങുകൾ, ഡീക്കൻസ് മീറ്റിങ്സ്. അവിടെ കൂടി വരുന്നത് ഡീക്കന്മാരായിരിക്കും. അവരെന്തായിരിക്കും ചർച്ച ചെയ്യുന്നത്? പാട്ടുപാടും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും എല്ലാവരും എല്ലാ മീറ്റിങ്ങിലും. പക്ഷേ ഡീക്കൻ മീറ്റിങ്ങിൽ അവർ ചർച്ച ചെയ്യുന്നത് അവരെ ഏൽപ്പിച്ച സഭയുടെ എന്തെങ്കിലും ഭൗതിക ക്രമീകരണങ്ങളും കാര്യങ്ങളും കാണും. അതെങ്ങനെ നന്നായി ചെയ്യാം, ആരെന്ത് ചെയ്യും എന്നുള്ളതാണ് അവർ ചർച്ച ചെയ്യുന്നത്. ഡീക്കൻസ് മീറ്റിങ്സ്. നമ്മുടെ ഇടയിൽ ഈ നിയമിക്കപ്പെട്ട മൂപ്പന്മാർ എല്ലായിടത്തും ഇല്ല. അവിടെ ഉള്ളിടത്ത് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ ഉണ്ടോ എന്ന് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നില്ല. പക്ഷേ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ നിർബന്ധമായിട്ടും വിചാരിക്കുന്നത്. എൽഡേഴ്സ് ഉണ്ടായിട്ട് എൽഡേഴ്സ് മീറ്റിംഗ് ഇല്ലെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കുറവാണ്, അതൊരു ഗുരുതരമായ കുറവാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം എടുക്കുകയാണ്. അതുപോലെ തന്നെ നിയമിക്കപ്പെട്ട എൽഡേഴ്സ് ഇല്ലാത്ത സ്ഥലത്ത് എന്തു ചെയ്യും? നിയമിക്കപ്പെട്ട എൽഡേഴ്സ് ഇല്ലാത്ത സ്ഥലത്തും എൽഡേഴ്സിൻ്റെ അവരുടെ അസാന്നിധ്യത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന, എൽഡേഴ്സ് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവർ കൂടണം. ഞങ്ങൾ അങ്ങനെ നിയമിക്കപ്പെട്ട എൽഡേഴ്സായിട്ട് കൂടാം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല, ബുദ്ധിയല്ല. അവർ കൂടണം. ഡീക്കന്മാരും അങ്ങനെ തന്നെ. ഡീക്കന്മാരെ നിയമിക്കുന്നതിന് മുൻപും പ്രായോഗിക കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ അതിന് ഉത്തരവാദിത്വം ലഭിച്ചിരിക്കുന്ന സഹോദരന്മാർ ഒരുമിച്ച് കൂടി ഒക്കെ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്ന, അതൊക്കെ ബിസിനസ് മീറ്റിങ്സിൽ പെടുത്താവുന്നതാണ്. വേറെ ഒരു തരം മീറ്റിങ്സ് മെമ്പർ മീറ്റിങ്സ് എന്ന് പറയും. മെമ്പർ മീറ്റിങ്സ് എന്ന് പറഞ്ഞാൽ സഭയിലെ അംഗങ്ങൾ മാത്രം കൂടുന്ന മീറ്റിംഗാണ്. ഇപ്പോൾ നമ്മളപ്പം മുറിക്കുന്ന സഭായോഗത്തിനാണെങ്കിലും മെമ്പേഴ്സ് മാത്രമല്ല, നമ്മുടെയൊക്കെ രീതി അനുസരിച്ച് സ്നാനപ്പെട്ടവരുണ്ടായിരിക്കും, സ്നാനപ്പെടാത്തവരുണ്ടായിരിക്കും, സന്ദർശകരുണ്ടായിരിക്കും. അങ്ങനെയല്ല. മെമ്പേഴ്സ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ സഭയുടെ ഔദ്യോഗികമായ മെമ്പേഴ്സ് മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെയുള്ള മീറ്റിങ്ങിൽ മാത്രം ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ സഭയിൽ വന്നു, അദ്ദേഹം സുവിശേഷം കേട്ടു, സ്നാനപ്പെടാനുള്ള ആഗ്രഹം സഭയെ അറിയിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ചില സഹോദരന്മാരൊക്കെ അവിടെ ഇവിടെയും പറയുന്നു അദ്ദേഹത്തിന് സ്നാനപ്പെടുത്താനൊന്നും ആയില്ല. വേറെ സഹോദരന്മാർ പറയുന്നു എത്ര നാളായി, എന്താ സ്നാനപ്പെടുത്താത്തത്? അപ്പോൾ ഇങ്ങനെ സഭയിൽ വന്ന് എന്തു ചെയ്യും? അവർ മെമ്പേഴ്സ് മീറ്റിങ്സിൽ അവർക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണത്. അപ്പോൾ എല്ലാവരും തുറന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. സഭ ഒരുമിച്ച് എൽഡേഴ്സ് തീരുമാനങ്ങൾ എടുക്കും. അപ്പോൾ മെമ്പേഴ്സ് മീറ്റിങ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ ബ്രദേഴ്സ് മീറ്റിങ്സ്, സഹോദരന്മാരുടെ യോഗം. അതിൽ സഹോദരന്മാർ മാത്രമേ ഉള്ളൂ, സഹോദരിമാരില്ല. സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ട്, സിസ്റ്റേഴ്സ് മീറ്റിങ്സ്. അതിൽ സഹോദരിമാർ മാത്രമേ ഉള്ളൂ, സഹോദരന്മാർ ഇല്ല.
കുട്ടികളുടെ മീറ്റിങ്സ് ഉണ്ട്, ചിൽഡ്രൻസ് മീറ്റിങ്സ്. അതിൽ കുട്ടികൾ മാത്രമല്ല, അവരെ ഗൈഡ് ചെയ്യാനായിട്ട് സഭ നിർദ്ദേശിച്ചിട്ടുള്ള ചിലപ്പോൾ സഹോദരന്മാരായിരിക്കും, ചിലപ്പോൾ സഹോദരിമാരായിരിക്കും, ചിലപ്പോൾ രണ്ട് കൂട്ടരും കാണും. യൂത്ത് മീറ്റിങ്സ് ഉണ്ട്. യൂത്ത് മീറ്റിങ്സിലും യൂത്താണ് മെയിനായിട്ട് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവരെ സഹായിക്കാനും അവർക്ക് ഗൈഡൻസ് കൊടുക്കാനുമൊക്കെയായി മറ്റ് സഹോദരന്മാർ, എൽഡേഴ്സോ അല്ലെങ്കിൽ എൽഡേഴ്സ് നിർദ്ദേശിച്ച സഹോദരന്മാരോ കാണും. ഇപ്പോൾ പിന്നെ പലതരത്തിലുള്ള മീറ്റിങ്സ് ഉണ്ട്. സീനിയർ ബിലീവേഴ്സിന് മാത്രം ഉള്ള മീറ്റിങ്സൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ ഇങ്ങനത്തെ കൂടിവരവുകളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതൊന്നും സഭാതലത്തിൽ മാത്രം സാധാരണ നടത്താറില്ല. കാരണം സീനിയർ ബിലീവേഴ്സ് 4-5 കാണുള്ളൂ. അതിനൊരു മീറ്റിംഗ് എന്നൊന്നും പറയേണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ സീനിയർ ബിലീവേഴ്സേ ഇല്ലാതെ വരാനും സാധ്യതയുണ്ട്. ഇതിലൊന്നും പെടാത്ത ചില മീറ്റിങ്ങുകൾ നടത്താറുണ്ട്. അതായത് എന്താ അതിന് പറയേണ്ടത്, ഫൺ മീറ്റിങ്സ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നതിൽ വിരോധം വല്ലതും ഉണ്ടോ? ഫൺ എന്ന് പറഞ്ഞാൽ തമാശ, ഒരു രസം. അങ്ങനെ രസത്തിന് വേണ്ടി മീറ്റിംഗ്, രസം ശരിയാണോ തെറ്റാണോ? കുഴപ്പമില്ല അല്ലേ? ടൂറ് പോകുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചുമ്മാ ഇരുന്ന് എന്താ കളിക്കുന്ന അല്ല, പന്ത് കളിക്കാമോ വിശ്വാസികൾക്ക്? ഒരു ദിവസം കൂടി പന്ത് കളിക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് നല്ല ഭംഗിയായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള, ഞാനതങ്ങനെ ഒരു ഫൺ മീറ്റിങ്സ് എഴുതിയെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ആക്റ്റീവായിട്ടുള്ള സഭയ്ക്ക് ഒരുപാട് മീറ്റിങ്സ് കാണും. നിങ്ങൾക്കറിയാമോ, മീറ്റിംഗ് ഇല്ലെങ്കിൽ സഭയില്ല. കർത്താവ് ആളുകളെ സ്വന്തം രക്തം കൊടുത്ത് വീണ്ടെടുത്ത് അവരോട് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് ലോകത്തിലുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അവർ ഒരുമിച്ച് കൂടിയില്ലെങ്കിൽ എന്തില്ല? സഭ എന്ന് പറയുന്നൊരു പരിപാടി, അങ്ങനെ ഒരു തിയറി ഉണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ, അദൃശ്യ സഭ എന്നൊക്കെ പറയുന്ന സഭയുണ്ടാകും. എങ്കിലും ബൈബിളിൽ പറയുന്ന ഈ ലോക്കൽ സഭകൾ, ദൈവസഭകൾ മീറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ മീറ്റിങ്സിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പോൾ നിങ്ങളുടെ ഓരോ സഭയിലും അതൊന്നും അവിടെ സഭയിൽ എത്ര മീറ്റിംഗ് ഉണ്ട്, ഈ സഭയിൽ എത്ര മീറ്റിംഗ് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നിങ്ങളതാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഓരോ ലോക്കൽ സഭയിലും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ ഈ പറഞ്ഞ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടോ, ഏതാണ് ഇല്ലാത്തത്, ഏതാണ് ഇനി ഉണ്ടാകേണ്ടത്, അതൊക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വെറും കേൾക്കുക മാത്രമല്ല ചിന്തിക്കുവാൻ, അതുപോലെ തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. മീറ്റിങ്ങുകളുടെ എണ്ണം കൂടുന്നു എന്ന് ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇടയ്ക്ക് തന്നെ എന്നും മീറ്റിങ്ങും ക്യാമ്പും, എന്നും ഇങ്ങനെ ആയാലും എങ്ങനെ ഇതിലൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഒക്കെ വിചാരം, ദൈവവചനം അനുസരിച്ചും നമ്മുടെ ഒരു പഴയ പരിചയങ്ങളനുസരിച്ചൊക്കെ നോക്കുമ്പോൾ മീറ്റിംഗ് നമ്മുടെ ഇടയ്ക്ക് അധികമല്ല, കുറവാണ്. നമുക്കറിയാമല്ലോ, ഞാൻ ബാക്കിയൊന്നും എടുക്കാതെ പറയുകയാണ്. യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വന്നു. അപ്പോൾ നമുക്ക് അവർക്ക് വേറൊരു തൊഴിൽ രാജ്യത്തായിരുന്നെന്ന് വേണമല്ലേ അങ്ങനെ പറയാൻ പറ്റുമോ? വേറെ എന്തെങ്കിലും തൊഴിൽ അവർക്ക് ചെയ്യാമല്ലോ, ചുമ്മാ കറങ്ങി അടിക്കാറില്ലല്ലോ. അല്ല, അപ്പോൾ അതവരുടെ അനുഗ്രഹത്തിൻ്റെ. നമുക്കറിയാം, യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് നടന്നതും അപ്പോസ്തല പ്രവൃത്തികളിൽ എഴുതിയിരിക്കുന്നതുമായ കാര്യം യഥാർത്ഥത്തിൽ സഭാചരിത്രത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതെന്താണ്? ഉണർവ് കാലമാണ്. ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ദൈവം ഒരു വലിയ ഉണർവ് അയച്ചു. അപ്പോൾ ഉണർവ് വരുമ്പോൾ മീറ്റിങ്ങുകളുടെ എണ്ണം കൂടും, മീറ്റിങ്ങുകളുടെ പങ്കാളിത്തം കൂടും. ഉണർവില്ലാതെ ആകുമ്പോഴോ മീറ്റിങ്ങുകൾ കുറയും, അതിൽ വരുന്ന ആളുകളുടെ എണ്ണം കുറയും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സഭാ യോഗങ്ങളെ ഒഴിവാക്കരുത്, അല്ലേ? അതങ്ങനെ വാക്യമുണ്ടല്ലോ, എബ്രായർ 10:24-25. അപ്പോൾ മീറ്റിങ്ങുകളുടെ എണ്ണം കുറയ്ക്കാനൊരു വാക്യമില്ല, കൂട്ടാനൊരു വാക്യം ഉണ്ട് താനും. അപ്പോൾ നിങ്ങൾ സഭയിൽ പോയിട്ട്, സഭായോഗത്തിൽ പോയിട്ട് മീറ്റിങ്ങുകളുടെ എണ്ണം കൂട്ടാമെങ്കിൽ എത്ര വേണമെങ്കിലും കൂട്ടിക്കോ. ഡെയിലി മീറ്റിംഗ് ആയാലും കുഴപ്പമില്ല. യു ജസ്റ്റ് ബിക്കം ബിബ്ലിക്കൽ. ആ ബിബ്ലിക്കൽ മോഡൽ ഫോളോ ചെയ്യുന്നവർ എന്ന് വരികയുള്ളൂ. ഞാൻ പറയേണ്ട ആവശ്യമില്ല. മീറ്റിങ്ങുകളുടെ എണ്ണം കൂട്ടുക എന്ന് മാത്രമല്ല,
മീറ്റിങ്ങുകളിൽ പങ്കാളിത്തം കൂട്ടുക എന്ന് മാത്രമല്ല, മീറ്റിങ്ങുകൾ കൂടുതൽ ഫലപ്രദമാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യമാണ്. നടക്കുന്ന മീറ്റിങ്ങുകൾ കൊണ്ട് തന്നെ മടുത്തിരിക്കുന്നവരാണെങ്കിൽ പിന്നെ ഒരു മീറ്റിംഗ് കൂടെ വെക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അല്ലേ? അങ്ങനെ വരാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതായ ആവശ്യമുണ്ട്. ഹീബ്രൂസ് എബ്രായർ 10:24-25 വായിച്ചപ്പോൾ മലയാളത്തിൽ വായിച്ചത്, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ എന്നാണ്. സഭായോഗങ്ങളെ, സഭ എന്നുള്ളതിന് ഗ്രീക്കിലുള്ള വാക്കറിയാമോ? എല്ലാവർക്കും അറിയാം, എക്ലീസിയ അല്ലേ? പക്ഷേ എബ്രായർ 10:24 എക്ലീസിയ എന്നല്ല, അവിടെ വാക്ക് വേറെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഔദ്യോഗികമായ സഭായോഗം മാത്രമല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നോട്ട് ഫോർസേക്കിംഗ് ദി അസംബ്ലിങ് ഓഫ് യുവർ സെൽഫ്സ് ടുഗദർ എന്നാണ്. കൂടിവരവുകൾ എന്നാണ്. നിങ്ങളുടെ കൂടിവരവുകളെ ഉപേക്ഷിക്കരുത്. ഇത് ഞായറാഴ്ച പോകുന്നതിനെ കുറിച്ചല്ല, ഞായറാഴ്ച പോകുന്നതിനെ കുറിച്ച് മാത്രമല്ല. സഭയ്ക്ക് എന്തെല്ലാം കൂടിവരവുകളുണ്ടോ അവിടെയൊക്കെ അതൊന്നും ഉപേക്ഷയായി വിചാരിക്കും. അവർക്ക് അക്കാലത്തുണ്ടായിരുന്നു, നമുക്കറിയാമല്ലോ. വീട് തോറും കൂടിയെന്ന് പറയുമ്പോൾ പിന്നെ അതാത് സ്ഥലത്തുള്ളവരവിടെ കൂടി. പക്ഷേ എല്ലാം സഭയുടെയും മൂപ്പന്മാരുടെയും ഒക്കെ ഒരു മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും ഒക്കെ ആയിരുന്നു. അപ്പോസ്തലന്മാരാണ് അക്കാലത്തുള്ളത്. അങ്ങനെ ആയിരുന്നു നടന്നത് എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഇങ്ങനെയുള്ള കൂടിവരവുകളും ഒരു സൗകര്യത്തിന് കൂടിവരവുകളും സഭായോഗങ്ങളും എന്ന് പറയുന്നത് പ്രയോജനമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇടയിൽ സഹോദരിമാർക്ക് ശുശ്രൂഷകളിൽ ചില നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഉണ്ടോ? നമ്മൾ വെച്ചിട്ടുണ്ടോ? നമ്മളൊന്നും വെച്ചിട്ടില്ല. അപ്പോസ്തലന്മാർ വെച്ചിട്ടുണ്ട്, ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്, നമുക്കങ്ങനെ മനസ്സിലായി. അതുകൊണ്ട് ആ നിയന്ത്രണങ്ങൾ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. സഭായോഗങ്ങളിൽ സ്ത്രീകൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പൗലോസിൻ്റെ വാക്കിൽ പറഞ്ഞാൽ മിണ്ടാതിരിക്കട്ടെ. ഈ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ പാലിക്കേണ്ടത് സഭായോഗങ്ങൾ എന്ന് നമ്മൾ സ്ട്രിക്റ്റായിട്ട് പറയുന്ന ആ യോഗങ്ങളിലാണ്. അത് നമ്മളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള യോഗങ്ങൾ. അപ്പോൾ സഭായോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണൊരു യോഗം അങ്ങനെയുള്ളൊരു സഭായോഗമാകുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും അല്ലേ? ഇപ്പോൾ ഏത് മീറ്റിങ്ങാണ് സഭായോഗം, ഇത് സഭായോഗമാണോ എന്നുള്ളത്, അത് സഭായോഗമാണോ എന്നൊക്കെ ഉള്ള സംശയം വരുമ്പോൾ ഞാനതിന് അങ്ങനെ ഒരു നിർവചനമായിട്ട് എടുക്കണ്ട. എങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഒരു സഭയുടെ ഔദ്യോഗികമായ യോഗം, സഭായോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ യോഗത്തിൻ്റെ ആ മീറ്റിങ്ങിൻ്റെ ഒന്നാമത്തെ കാര്യം അതിൽ സഭയിലെ അംഗങ്ങളെല്ലാവരും പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ മീറ്റിങ്ങിലും എല്ലാവരും പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എങ്കിലും അങ്ങനെ ഇപ്പോൾ എല്ലാ മീറ്റിങ്ങിലും അങ്ങനെ ഇല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു ഭാഗത്തുള്ള വിശ്വാസികൾ മാത്രം കൂട്ടി അവിടെ ഒരു പ്രാർത്ഥന, ചൊവ്വാഴ്ച അവിടുത്തെ പ്രാർത്ഥന, ബുധനാഴ്ച മറ്റിടത്ത് പ്രാർത്ഥന, വ്യാഴാഴ്ച മറ്റിടത്ത് പ്രാർത്ഥന, അങ്ങനെ ചെയ്യാമല്ലോ അല്ലേ? ദൂരമൊക്കെ ഉള്ളിടത്ത് ദൂരം കൊണ്ട് വരാൻ പറ്റാതെ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള നമ്മുടെ സഭകളിൽ തന്നെ ആളുകൾ കുറവാണ്, നമുക്കതിൻ്റെ വലിയ ആവശ്യം വരില്ല. എങ്കിലും നമ്മുടെ സഭകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അവിടെ കൂടുന്നതെല്ലാം സഭായോഗമല്ല എന്ന് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ എല്ലാവരും വന്ന് കൂടുവാൻ ഉദ്ദേശിക്കുന്ന അവിടെ ഔദ്യോഗികമായ സഭകൾ, അത് മൂപ്പന്മാരുടെ നേതൃത്വത്തിലായിരിക്കും. അതിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ അങ്ങനെ നടക്കും. മറ്റ് കൂടിവരവുകളുടെ എല്ലാം മൂപ്പന്മാരുടെ ഒരു മേൽനോട്ടം എല്ലാറ്റിൻ്റെയും മുകളിലുണ്ട്. മൂപ്പന്മാരറിയാതെ ഒന്നും ഒരു കാര്യവും ഒരു സഭയിലും നടക്കരുത്. പക്ഷേ മേൽനോട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ മീറ്റിങ്ങിലും അവർ പോയെന്നോ ഒന്നും അതിനർത്ഥമില്ല. കാര്യങ്ങൾ നടക്കുന്നുവെന്ന് അവർ ഉറപ്പ് വരുത്തിയാൽ മതി. അപ്പോൾ സഭയിൽ എല്ലാവരും കൂടുന്ന സഭായോഗം. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് സാധാരണ ഞായറാഴ്ച നമ്മൾ അപ്പം മുറിക്കുന്നത്. അത് സഭായോഗം എന്ന രീതിയിൽ കാണുന്നു. ഈ സഹോദരിമാരുടെ ശുശ്രൂഷയിലുള്ള റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഞാനതൊന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചില സമയങ്ങളിലൊക്കെ നമുക്ക് പ്രത്യേക മീറ്റിങ്ങുകൾ നമ്മുടെ ഇടയിൽ നമ്മൾ നടത്താറുള്ളത് സഭകളിലെ മൂപ്പന്മാരെ നിയമിക്കുന്ന ശുശ്രൂഷകളൊക്കെ വരുമ്പോൾ
സാധാരണ നമ്മളത് ഞായറാഴ്ച ചെയ്യാൻ പറ്റാതെ വന്നാൽ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ വരുമ്പോൾ വേറൊരു ദിവസം ഒരുമിച്ച് കൂടും. അതൊരു ഔദ്യോഗിക സഭായോഗമാണ്. അതുപോലെ എന്തെങ്കിലും സഭയിലൊരു അച്ചടക്കപരമായ പ്രശ്നം ഉണ്ടായി, ഒരാളെ സഭയിൽ നിന്ന് പുറത്താക്കേണ്ടതായൊരു സ്ഥിതി വരികയാണ് എന്നുണ്ടെങ്കിൽ സഭായോഗം വിളിച്ചു കൂട്ടിയാണ് ചെയ്യുന്നത്. അത് ഞായറാഴ്ച തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഒരു പ്രത്യേക സഭായോഗം വിളിച്ചു കൂട്ടി അവിടെ വെച്ചാണ് തീരുമാനങ്ങൾ എടുത്ത് അറിയിച്ച് അത് നടപ്പിൽ വരുത്തുന്നത്. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സഭായോഗങ്ങൾ, സഭാ കൂടിവരവുകൾ, ഇത് 2 തരമുണ്ട്. സഭായോഗങ്ങളെക്കുറിച്ച് പ്രായോഗികമായിട്ട് ഇനി ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ, അടിസ്ഥാനപരമായി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് പഠിക്കുന്നത്? നമ്മൾ കുറച്ച് കാലങ്ങളായിട്ടിങ്ങനെ 40 50 കൊല്ലങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോരുന്ന നമ്മുടേതായൊരു രീതിയുണ്ട്, അല്ലേ? അതങ്ങ് നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്തു പോരുകയാണ് ചെയ്യുന്നത്. പക്ഷേ ദൈവവചനപ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളങ്ങനെ കുറച്ച് കൊല്ലങ്ങൾ ചെയ്തു പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ, എന്താ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് ഞങ്ങളങ്ങനെയാണ് എന്നാണോ ഉത്തരം പറയേണ്ടത്? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവവചനത്തിനനുസരിച്ച് വേണമെന്നാണ്. അപ്പോൾ അക്കാലത്ത്, ഇതൊക്കെ തുടങ്ങിയ കാലത്ത് നമ്മൾ സഹോദരന്മാരായിട്ടുള്ളവരൊക്കെ ആലോചിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് ദൈവവചനപ്രകാരം ശരിയെന്ന് തോന്നുന്ന രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. വലിയ വ്യത്യാസങ്ങളില്ലാതെ ഇതുവരെ അത് നടന്നു പോയിരുന്നു. പക്ഷെ നമ്മൾ അറിയേണ്ടതായ ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവവചനത്തിൻ്റെ ഒരു ആലോചനയും അടിസ്ഥാനവും ഉണ്ട്. അതുമാത്രമല്ല, നമ്മുടെ സഭ, നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് തന്നെ 10 60 വയസ്സൊക്കെ അല്ലേ ആയുള്ളൂ, അല്ലേ? പക്ഷെ സഭയ്ക്ക് അതിനേക്കാളും വയസ്സായി. സഭ പണ്ടേ ഉണ്ട്, സഭായോഗങ്ങളും പണ്ടേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാലം മുതൽ ദൈവത്തിൻ്റെ സഭ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് സഭായോഗങ്ങളുണ്ടായിരുന്നു, കൂടിവരവുകളുണ്ടായിരുന്നു എന്നുള്ളത് അവഗണിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ആളുകൾ പറയും ഇവരൊക്കെ ഒരു പുതിയ സഭയാണെന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ പുതിയ സഭ ഉണ്ടാക്കാനൊന്നും നമുക്കാർക്കും പറ്റുകയില്ല. അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യരുത്. കർത്താവ് ഒരു സഭ തുടങ്ങിയിട്ടുണ്ട്. ആ സഭയിൽ ചേർന്ന് പോകുക എന്നുള്ളതല്ലാതെ പുതിയ സഭകൾ ഉണ്ടാക്കാൻ ശരിയല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വചനപരമായ അടിസ്ഥാനം ഉണ്ട്. അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? അല്ലെങ്കിൽ നമുക്ക് അടിസ്ഥാനം അറിയാതെ നല്ല കാര്യങ്ങൾ ചെയ്തു പോന്നാൽ നമ്മൾ വെറും പാരമ്പര്യവാദികളായി തീർന്നു പോകും. നമ്മുടെ യുവതലമുറ, മക്കളൊക്കെ നമ്മളോട് എന്താ ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്താണാവോ, അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ ഉള്ളത് എന്ന് പറഞ്ഞ് കണ്ണുമഴിക്കുകയോ ചോദ്യം ചോദിക്കുന്നവരോട് വഴക്ക് പറയുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളത് അറിയണമെന്നാണ്. പക്ഷേ എവിടെ നിന്നാണ് അറിയുന്നത്? ഞാനത് കുറച്ച് വാക്യങ്ങൾ, കുറച്ച് വേദഭാഗങ്ങൾ ഒന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ എഴുതിയെടുത്താൽ മതി. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അവിടെ അപ്പോസ്തലന്മാരുടെ നേതൃത്വത്തിൽ ഒരു യോഗം നടന്നതായിട്ട് കാണുന്നു. അതൊരു പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. അവിടെ വെച്ചാണ് മത്ഥ്യാസിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിലും വലിയ പ്രധാനപ്പെട്ട യോഗം എന്താ ഉള്ളത്? 2-ാം അധ്യായത്തിൻ്റെ 1-ാം ഭാഗത്ത് അവിടെ അവർ കൂടി വന്നു എന്ന് പറയുന്നുണ്ട്. ഗ്യാതറിങ്, അതൊരു മീറ്റിംഗാണ്. ആ മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗാണ്. ചിലരൊക്കെ പറയുന്നത് ആ മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് സഭ തുടങ്ങിയെന്നാണ് പറയുന്നത്. അത് എന്തും ആവട്ടെ, ഏതായാലും കർത്താവ് ഉയരത്തിൽ പോയി പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ച് പരിശുദ്ധാത്മാവ് വിശ്വാസികളുടെ മേൽ വന്ന ഒരു മീറ്റിംഗാണത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗാണ്. അപ്പം മീറ്റിങ്ങുകളെക്കുറിച്ച് ബൈബിളിൽ നിന്നൊരു പഠനം നമ്മൾ ചെയ്യാൻ, ഒരു റിസർച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന വേദഭാഗങ്ങളാണ് ഞാനിങ്ങനെ ഈ പറഞ്ഞു പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, 11 ആ ഭാഗം, ഒറ്റ വാക്യം ഞാൻ തുടക്കവാക്യം എഴുതിയെന്നേ ഉള്ളൂ. അത് വായിക്കുമ്പോൾ നമുക്കറിയാം എന്താ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ അനന്യാസും സഫീറയും മരിച്ചു വീഴുന്ന കാര്യമാണ്. അതൊരു മീറ്റിംഗ് ആയിരുന്നോ? അതൊരു മീറ്റിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഈ 11-ാം വാക്യത്തിൽ ഇവരുടെ മരണവും ഒക്കെ കണ്ടു കഴിയുമ്പോൾ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? സഭയ്ക്കായ ഭയമായി എന്നാണ്.
അപ്പോൾ ഒന്നുകിൽ സഭ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സഭയിൽ ഇവർ അറിഞ്ഞ് സഭ ആകെ ഭയപ്പെട്ടു പോയി. അപ്പോൾ അവിടെ ഒരു സഭയുടെ കൂട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും നമ്മൾ കാണുന്നു. അവിടെ യെരുശലേമിലെ സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. വിധവമാരുടെ സന്ധാരണത്തെക്കുറിച്ചുള്ള അതിൻ്റെ പേരിൽ ചില കുശുകുശുപ്പുകളൊക്കെ ഉണ്ടാകുന്നു. അപ്പോസ്തലന്മാർ വന്നിട്ട് എന്താ ചെയ്തത്? ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി, സഭയെ വിളിച്ചുകൂട്ടി. കൺവീൻഡ് എ ചർച്ച് മീറ്റിംഗ് എന്ന് നമുക്ക് പറയാം. സഭയുടെ കാരണം തീരുമാനങ്ങളെടുത്ത് അവർക്ക് പറയാനുള്ളത് പറഞ്ഞ് മുമ്പോട്ട് പോകണമെങ്കിൽ സഭായോഗം ആവശ്യമായിരുന്നു. സഭായോഗം വിളിച്ചുകൂട്ടി. അതൊക്കെ പ്രത്യേക സഭായോഗങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 20:7 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോസ്തലന്മാർ സംഘമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ത്രോവാസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നു. അപ്പോൾ അതൊരു നമ്മളൊക്കെ സഭായോഗം എന്ന് പറയുന്ന ഒരു സഭായോഗം. ആ സഭായോഗം എങ്ങനെയാണ് നടന്നതെന്ന് കൃത്യമായിട്ട് വായിച്ചാൽ നമ്മളെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള പിടി കിട്ടും. അതുപോലെ എല്ലാം ചെയ്യാൻ പറ്റുകയില്ല. അതുപോലെ എല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ യൂത്തിക്കോസ് ഉറങ്ങുക, വീഴുക, എഴുന്നേൽപ്പിക്കാനുള്ള ആളില്ല. പിന്നെ അവിടെ വേറെയും കാര്യങ്ങളുണ്ട്. അവർ പ്രസംഗം എപ്പോൾ വരെ നീട്ടിയെന്നാ? പാതിരാ വരെ നീട്ടി. പക്ഷെ അതിനൊരു കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വായിക്കാതെ പറയുകയാണ്. പൗലോസിന് നാളെ പോകണം, അതുകൊണ്ടാണ് എല്ലാ മീറ്റിങ്ങും പാതിരാ വരെ എന്ന് അത് വായിച്ചാൽ തോന്നുകയില്ല. അപ്പോൾ എന്ന് വെച്ചാൽ പൗലോസൊക്കെ വന്ന സമയത്ത് നാളെ പോവുകയാണെന്നുള്ളപ്പോൾ ചില സ്പെഷ്യൽ മീറ്റിങ്സ്, നീണ്ട യോഗങ്ങളൊക്കെ നടക്കുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ നീട്ടി. അപ്പോഴാണ് യൂത്തിക്കോസ് വീഴുകയും പിന്നെ യൂത്തിക്കോസിനെ എടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നത്. യൂത്തിക്കോസൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്തു? അതുവരെ പ്രസംഗമായിരുന്നു. വന്നു കഴിഞ്ഞിട്ട് സുഖപ്പെടുത്തി അതിനുശേഷം അപ്പം മുറിക്കുകയാണ്. അപ്പോഴാണ് അവിടെ അപ്പം മുറിച്ച് തിന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്പം മുറിക്കുന്നു. അപ്പം മുറിക്കുന്നതിന് മുമ്പ് വചന ശുശ്രൂഷ, പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം മുറിച്ച് കഴിഞ്ഞ് വചന ശുശ്രൂഷ നിർത്തിയോ? ഇല്ല, പിന്നെയും പൗലോസ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാണുന്നു. അപ്പോൾ വചന ശുശ്രൂഷ ഒക്കെ സഭായോഗങ്ങളിൽ ഒരുപാടുണ്ടായിരുന്നു എന്നുള്ള അത്രയെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ബൈബിളിൽ നിന്ന് ശേഖരിച്ച കാര്യങ്ങളാണ് നമ്മുടെ സഭായോഗങ്ങളിൽ പ്രവൃത്തിയിൽ വരുത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. 1 കൊരിന്ത്യർ 11:17 മുതൽ ഉള്ള വേദഭാഗം കർത്താവിൻ്റെ അത്താഴത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എഴുതിയതാണ്. 1 കൊരിന്ത്യർ 11:17 മുതലുള്ള വേദഭാഗം. അവിടെ ആ വാക്ക് അങ്ങനെ തന്നെയുണ്ട്. നിങ്ങളൊരു സ്ഥലത്ത് കൂടി വരുമ്പോൾ, സഭ കൂടി വരുമ്പോൾ എന്ന് തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ സഭ കൂടി വരവിനെക്കുറിച്ചാണ്. അവിടെ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാം. അപ്പം മുറിക്കുന്നതിനെക്കുറിച്ച് പല കാര്യങ്ങൾ അവിടെ നിന്ന്, എങ്ങനെയാണ് അവർ അപ്പം മുറിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഞാൻ അതിനെ പഠിപ്പിക്കാനല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയാനാ. നിങ്ങളത് വായിക്കുകയും പഠിക്കുകയും ഉറപ്പിക്കുകയും ഒക്കെ വേണം. വേറൊരു വേദഭാഗം 1 കൊരിന്ത്യരിൽ തന്നെയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിലൊക്കെ സഭായോഗത്തിലെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രസകരമായൊരു കാര്യം, സഭായോഗം എങ്ങനെയാണ് നടത്തേണ്ടത്? ആദ്യം പ്രാർത്ഥിക്കുക, പിന്നെ പാട്ട് പാടുക, അങ്ങനെ ഒരു കാര്യക്രമം എഴുതിയ ഒരു സ്ഥലവും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അതില്ലാതെ തന്നെ നമുക്ക് ഒരു ക്രമമായ രീതിയിൽ അത് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒന്നാമത്തെ കാര്യം 14-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്താലും എങ്ങനെ ചെയ്യണം. അത് കൊരിന്ത്യ ലേഖനത്തിലുണ്ട്. ലെറ്റ് ഓൾ തിങ്സ് ബി ഡൺ ഡീസൻ്റ്ലി ആൻഡ് ഇൻ ഓർഡർ. ചന്തവും അങ്ങനെയാണോ? ചന്തവും ഉചിതമായിട്ടെന്നാണോ മലയാളത്തിൽ? ഉചിതമായും ക്രമമായും. ഇപ്പം ഈ ചന്തം പിന്നെ എവിടെ നിന്ന് കയറി വന്നതാണോ? പൊതുവെ എല്ലാവരും ചന്തം എന്നാണല്ലോ പറയണത്. വേറെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. അതെ, അല്ല, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പറ്റാവുന്ന ഒരു അബദ്ധമാണേ ഈ പറഞ്ഞ് ഇപ്പോൾ ബൈബിളൊക്കെ ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്നതാണല്ലോ എന്ന് ചിന്തിക്കും.
ചന്തം ഉചിതമായി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഒന്ന് കുറച്ച് വിശ്വസിച്ച് പോകും. അങ്ങനെ വരരുതല്ലോ. അപ്പോൾ എങ്ങനെയാണ് മലയാളത്തിൽ എന്താ പറഞ്ഞത്? ഉചിതമായും ക്രമമായും, അങ്ങനെയാണ്. അപ്പോൾ ഡീസൻ്റ്ലി ആൻഡ് ഇൻ ഓർഡർ എന്നാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ എന്ത് ചെയ്താലും ക്രമമായി ചെയ്യണം, അത് ഉചിതമായിരിക്കണം. അല്ലെങ്കിൽ ഡീസൻ്റ്ലി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളിപ്പോൾ ഡീസൻ്റ് ആൾക്കാർ അങ്ങനെയല്ല. ആ വാക്കിൻ്റെ അർത്ഥം ശാലീനം എന്നുള്ള അർത്ഥമാണ്. ശാലീനം എന്ന് പറഞ്ഞാൽ ഒരു ഭംഗി, ചന്തം എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് അതിനുള്ളത്. എല്ലാം നല്ല അവിടെ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും ഒരു ചന്തമായി എല്ലാം നന്നായിരുന്നു എല്ലാം. അല്ലല്ലോ, ഉചിതം എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. ഉചിതം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ പ്രോപ്പർ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. ഒരാൾ നല്ല ശാപ്പാട് വിളമ്പി വെച്ച് വന്നിട്ട് ആദ്യം തന്നെ സാമ്പാർ മുഴുവനും കുടിച്ച് തീർത്തു, കുഴപ്പം വല്ലതും ഉണ്ടോ? ആദ്യം സാമ്പാർ മുഴുവൻ കഴിച്ചു, പിന്നെ ചോറുണ്ടു, പിന്നെ അവസാനം തൈര് കുടിച്ചു, എന്നെ കുഴപ്പം? ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ എന്നാന്ന് ചോദിച്ചാൽ അതൊരു കാണുന്നവരൊക്കെ ചോദിക്കും ഇയാളെന്താ ഇങ്ങനെ അല്ലേ. അപ്പോൾ ആ ഒരു ബ്യൂട്ടി, ഒരു ചന്തം, ഔചിത്യം കുറവാണ്. ഞാൻ പറഞ്ഞത് ഈ സഭകൾക്കൊക്കെ, പാരമ്പര്യ സഭകൾക്കൊക്കെ ആരാധനാക്രമമുണ്ട്. നമ്മൾക്ക് എഴുതി വെച്ച ആരാധനാക്രമം ഇല്ലെങ്കിലും എഴുതാത്തൊരു ക്രമം നമുക്കില്ലേ? എഴുതാത്തൊരു ക്രമം നമുക്കുണ്ട്. അതിന് നമ്മൾ പരിതപിക്കേണ്ടതായ ആവശ്യമില്ല. ഒരു ക്രമത്തിൽ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ശരിക്കും ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ സഭയുടെ പാരമ്പര്യത്തിലുള്ള ക്രമം, ആരാധനാക്രമം ഇങ്ങോട്ട് എടുത്തിട്ട് അതിൽ നിന്ന് ചിലതൊക്കെ ഡിലീറ്റ് ചെയ്തു, അവിടെ അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, അങ്ങനെയൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കിയത്. നമ്മൾ ചെയ്തത് അങ്ങനെ തന്നെയാണ്. അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ പുതിയ ആൾക്കാരാണ്, അതുകൊണ്ട് ഇനി ആരും ചെയ്ത പോലെ ഞങ്ങൾ ചെയ്യില്ല, വേറെ എല്ലാം പുത്തൻ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് എന്നൊന്നും ചിന്തിക്കേണ്ടതായ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 1 കൊരിന്ത്യർ 14:26 മുതൽ അവിടെ ഒരു സഭായോഗത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യപരിപാടിയൊന്നുമല്ല, അങ്ങനെയില്ല. എങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന്, ആ വേദഭാഗത്ത് നിന്ന് പഠിക്കാം. പിന്നീടൊരു അവസരത്തിൽ ആ വേദഭാഗം അല്പം വിശദമായി എടുത്ത് നമ്മൾ പഠിക്കുന്നതാണ്. പറഞ്ഞു വന്നപ്പോൾ അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായത്തിൽ ഒരു വിശേഷാത് സഭായോഗം നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 1 മുതൽ 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ എന്നാന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അന്ത്യോക്യ സഭയിൽ നിന്ന് പൗലോസിനെയും ബർന്നബാസിനെയും പിന്നെ കൂടെ പോകാൻ മർക്കോസിനെയും ഒക്കെ വേർതിരിച്ചു. അതൊരു വലിയ മീറ്റിങ്ങാണ് അവിടെ. ആ സഭയുടെ ചരിത്രത്തിലും ക്രിസ്തു സഭയുടെ ചരിത്രത്തിലുമൊക്കെ അതൊരു പ്രത്യേക സഭായോഗമായിരുന്നു. അതിൻ്റെ എല്ലാ സമയത്തും എല്ലാവരും ഉണ്ടായിരുന്നു എന്നല്ല, ഒരുപക്ഷെ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ലീഡേഴ്സാണ് ഉണ്ടായിരുന്നത്. പിന്നെ അടുത്ത സ്റ്റേജിൽ സഭയിൽ എല്ലാവരെയും വിളിച്ചു. പിന്നെ ഇവർ പ്രാർത്ഥിച്ച് അയക്കുന്ന സമയത്ത് എല്ലാവരും വന്ന് കാണും. അതിൻ്റെ ഒന്നും വിശദവിവരങ്ങൾ അവിടെ ഇല്ലെങ്കിലും അതൊരു പ്രധാനപ്പെട്ട സഭായോഗമാണ്. 14-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം, അപ്പോസ്തലപ്രവൃത്തികൾ 14:27 നാം കാണുന്നത്, 14:27 നാം സാധാരണ 1-ാം മിഷണറി യാത്ര എന്ന് വിളിക്കുന്ന ആ സുവിശേഷ യത്നം കഴിഞ്ഞ് സുവിശേഷക സംഘം തിരിച്ചു വന്ന് അന്ത്യോക്യയിൽ വന്നിട്ട് എന്താ ചെയ്തത്? സഭയെ വിളിച്ചു കൂട്ടി. ഒരു സഭായോഗം, അതൊരു പ്രത്യേക സഭായോഗമായിരുന്നു. അവരെല്ലാവരെയും വിളിച്ചു കൂട്ടി അങ്ങനെ ചെയ്തു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കുറെ കൂടെ കാര്യങ്ങൾ 1 കൊരിന്ത്യർ 14:26 മുതലുള്ള വാക്യങ്ങൾ ചർച്ച ചെയ്ത് പിന്നീട് നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്.